ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറേറ്റർ എക്സ്പ്രഷൻ അതുപോലെ തന്നെ ലിസ്റ്റ് കോംപ്രിഹെൻഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ജനറേറ്റർ എക്സ്പ്രഷന് കുറച്ചുകൂടെ ലിസ്റ്റ് കോംപ്രിഹെൻഷനേക്കാളും മെമ്മറി എഫിഷ്യന്റ് ആണ്. അതായത് ഈ കംപ്ലീറ്റ് ലിസ്റ്റ് മെമ്മറിയിൽ സൂക്ഷിച്ചാണ് ഈ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ഉപയോഗിക്കുന്നത്. അതായത് അതിൽ നിന്നാണ് നമുക്ക് ഈ ലിസ്റ്റ് കിട്ടുന്നത്. അതായത് ഹോൾ തിങ് മെമ്മറിയിൽ സൂക്ഷിച്ചാണ്. അതേസമയം ഇത് ഡിമാൻഡ് ചെയ്യുന്ന മാത്രമേ ഇതൊരു ജനറേറ്റർ എക്സ്പ്രഷൻ ഒബ്ജക്റ്റ് ഐറ്റം ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ മെമ്മറി എഫിഷ്യന്റ് ആണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജനറേറ്റർ എക്സ്പ്രഷന് ഫാസ്റ്റർ ആണ് ലിസ്റ്റ് കോംപ്രിഹെൻഷനേക്കാളും. നമുക്കിത് ശരിയാണെന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോ നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ജനറേറ്റർ എക്സ്പ്രഷനും അതുപോലെ തന്നെ ലിസ്റ്റ് കോംപ്രിഹെൻഷനും ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ജെൻ എന്ന് പറയുന്നിട്ട് ഒരു ജനറേറ്റർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. വേറെ ഒന്നുമില്ല, നമുക്കിവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നോർമൽ ബ്രാക്കറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് for I in range 100 എന്ന് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഒരു 10 കൊടുക്കാം. ഇതാണ് സാധാരണ നമ്മളൊരു ജനറേറ്റർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു കണ്ടീഷൻ വേണേൽ കൊടുക്കാം. ഇഫ് I മോഡുലോ ഡിവിഷൻ 2 ഈക്വൽസ് 0. നമുക്കിന്ന് റൺ ചെയ്യാം. സോ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ജെൻ. ഇപ്പം നമുക്കൊരു ജനറേറ്റർ എക്സ്പ്രഷൻ ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. for I in gen print I. നമുക്കത് കിട്ടി 0, 2, 4, 6, 8 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലെ തന്നെ സെയിം ആണ് നമ്മുടെ ലിസ്റ്റ് കോംപ്രിഹെൻഷനും. ഇവിടെ ഞാൻ LST എന്ന് പറയുന്നു. ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ഉപയോഗിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇവിടെ നമ്മൾ സെയിം രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. for I in range 10. ഇവിടെ if കണ്ടീഷൻ കൊടുക്കുക. if I മോഡുലോ ഡിവിഷൻ 2 ഈക്വൽ 0. അതായത് നമുക്ക് ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ I വിട്ടുപോയി. ഇത് നമുക്ക് നേരെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഹോൾ തിങ് ഒന്നിച്ചാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് മെമ്മറി എഫിഷ്യന്റ് അല്ല, അത്രത്തോളം അല്ല നമ്മളുടെ ജനറേറ്റർ എക്സ്പ്രഷനേക്കാളും എന്ന് പറയുന്നത്. സോ ഇപ്പം ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെടുക്കുന്ന മെമ്മറി എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തൽക്കാലം ഞാൻ ഈ ലിസ്റ്റിൽ ഇവിടോട്ട് ഞാനൊരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് sys എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ sys.getsizeof എന്ന് ഉള്ളത് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൈസ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ആ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ലിസ്റ്റിൻ്റെയും അതുപോലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ്റെയും നമുക്ക് അതേപോലെ സൈസ് ഒന്ന് എടുക്കാം. സിസ് എന്ന് പറഞ്ഞ ലൈബ്രറിക്കകത്ത് ഗെറ്റ് സൈസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇപ്പം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം, ഈ വ്യത്യാസം കാണാം. ഇവിടെ ഈ ലിസ്റ്റ് ഞാനൊന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നതൊന്ന് ഹൈഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് നോക്കാം. കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് കൂട്ടാം. അതായത് നമുക്ക് ഈ റേഞ്ച് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ സൈസിൻ്റെ കുറച്ചുകൂടെ വലിയ ഡിഫറൻസ് കാണാൻ പറ്റും. സോ ഇപ്പം നമുക്ക് കാണാം, ഇവിടെ ആദ്യം വന്നത് ജനറേറ്റർ എക്സ്പ്രഷൻ്റെ മെമ്മറി എടുക്കുന്നത് 112 ആണെങ്കിൽ ലിസ്റ്റ് സെയിം തിങ്ങിന് ലിസ്റ്റ് എടുക്കുന്നത് 520. അപ്പം നമുക്ക് കാണാം ജനറേറ്റർ എക്സ്പ്രഷൻ എന്നുള്ളതാണ് വളരെ മെമ്മറി എഫിഷ്യൻ്റ് ആണെന്ന് കാണാം.
സോ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കുന്ന ഇത് എത്ര ഫാസ്റ്റർ ആണെന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. ജനറേറ്റർ എക്സ്പ്രഷൻ ഫാസ്റ്റർ ആണ് ലിസ്റ്റ് കോംപ്രിഹെൻഷനേക്കാളും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് തെളിയിക്കാം. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ പ്രിന്റൊക്കെ ഒന്ന് മാറ്റാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ടൈം ഔട്ട് എന്ന് പറയാം, timeit എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. timeit നമുക്ക് എത്ര സമയം എടുക്കും ഇത് പ്രോസസ് ചെയ്യാനുള്ളതെന്നുള്ളതാണ് കാണുന്നത് timeit. എന്നിട്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ timeit-ലാക്കാം. timeit എന്ന് പറയുക. അതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. ആ സെയിം തിങ് തന്നെ അടുത്തതിനകത്തും ഈ കമന്റ് പോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഹോൾ തിങ് ഇട്ടു. എന്നിട്ട് എത്ര പ്രാവശ്യമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കൊടുക്കാം ഒരു നമ്പർ. സോ ഇവിടെ നമ്പർ പറയുക. നമ്പർ ഈക്വൽസ് ഒരു 5 lakhs കൊടുക്കാം. എങ്കിലേ വലിയ വ്യത്യാസം കാണുക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ആ timeit കൊടുക്കുക. timeit കൊടുക്കുക. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഡോക്യുമെന്റേഷൻ കമന്റ് പോലെ 3 കോഡ്സ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. മുകളിൽ കൊടുത്ത പോലെ തന്നെ. പിന്നെ ഉള്ളത് ഇവിടെ നമ്പർ. ആ നമ്പറും സെയിം ആയിട്ട് കൊടുക്കണം. ഈക്വൽസ് 5 lakhs ഇവിടെ കൊടുക്കുന്നു. പത്ത്, 100, 1000, 10,000, ലക്ഷം. ഇവിടെയും 10, 100, 1000, 10,000, ലക്ഷം. 5 lakhs വെച്ച് കൊടുക്കുന്നു. നമുക്കിനി ഇതിന്റെ റിസൾട്ട് ഒന്ന് പ്രിന്റ് ചെയ്യാം. സോ ഇവിടെ പ്രിന്റ് ഒന്നുകൂടെ ഒന്ന് കൊടുത്തേക്കാം. പ്രിന്റ് ഇവിടെ ഒരു പ്രിന്റ് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ജനറേറ്റർ എക്സ്പ്രഷന്റെയും രണ്ടാമത് പ്രിന്റ് ചെയ്യുന്നത് ലിസ്റ്റ് കോംപ്രിഹെൻഷന്റെയാണ്. സോ നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഏതാണ് കൂടുതൽ സമയം എടുക്കുന്നതെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ജനറേറ്റർ എക്സ്പ്രഷന്റെ വെറും 0.23 എന്ന് പറയുന്നൊരു സെക്കൻഡിനകത്ത് നിന്നു. അതേസമയം ലിസ്റ്റ് കോംപ്രിഹെൻഷന് 2.26 seconds ആണ് എടുത്തത്. സോ ഇതിൽ നമുക്ക് ഏതാണ് കൂടുതൽ ഫാസ്റ്റർ എന്നറിയാം. ജനറേറ്റർ എക്സ്പ്രഷൻ ആണ് കൂടുതൽ ഫാസ്റ്റർ ലിസ്റ്റ് കോംപ്രിഹെൻഷനേക്കാൾ. നമുക്കിത് നേരിട്ട് ഒരു എക്സാമ്പിൾ വഴി ചെയ്ത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.